നവപൂജിതം ആഘോഷങ്ങളുടെ സമർപ്പണമായി ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിൽ പൂർണ്ണ കുംഭമേള. ഇപ്പോൾ ഗുരുദർശന ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് കുംഭഘോഷയാത്ര നടക്കും. ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ആത്മീയാവസ്ഥ പൂർത്തീകരണം നടന്ന ദിവസത്തെ അനുസ്മരിച്ചാണ് ചടങ്ങ് നടക്കുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഞാനുള്ളത് ശാന്തിഗിരി ആശ്രമത്തിലാണ്. ഇവിടെ വിവിധ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വൈകുന്നേരത്താണ് പൂർണ്ണ കുംഭമേള ചടങ്ങ് നടക്കുന്നത്. നിരവധി ഗുരുഭക്തർ ആശ്രമത്തിലേക്ക് എത്തുന്നുണ്ട്. നവപൂജിതം ആഘോഷങ്ങളുടെ സമർപ്പണമായിട്ടാണ് ശാന്തിഗിരി ആശ്രമത്തിൽ പൂർണ്ണ കുംഭമേള ഇന്ന് വൈകുന്നേരത്ത് നടക്കുന്നത്. ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ആത്മീയ അവസ്ഥ പൂർത്തീകരണം നടന്ന 1973 കന്നി 4-നെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് പൂർണ്ണ കുംഭമേള. ഈ താമര പർണശാലയിൽ ആശ്രമ പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാനതപസിയും ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസിയും ചേർന്ന് ആശ്രമ കുംഭം നിറച്ചതോടെയാണ് ഇത്തവണത്തെ പ്രാർത്ഥനാ ചടങ്ങുകൾക്കുൾപ്പെടെ തുടക്കം കുറിച്ചത്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ഇവിടെ പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചത്. 5 മണിക്ക് ആരാധനയുണ്ടായിരുന്നു. സന്യാസി സംഘത്തിന്റെ പ്രത്യേക പുഷ്പാഞ്ജലി ഉൾപ്പെടെ രാവിലെ നടന്നിരുന്നു. അതിനുശേഷം 6 മണിക്കായിരുന്നു ധ്വജം ഉയർത്തുന്ന ചടങ്ങ്. പിന്നീട് 7 മണി മുതൽ പുഷ്പ സമർപ്പണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 11 മണിക്ക് നടക്കുന്ന ചടങ്ങ് ഗുരുദർശനമാണ്. നിലവിൽ ഇപ്പോൾ ഗുരുദർശന ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്ത് 4 മണിക്കായിരിക്കും കുംഭഘോഷയാത്ര നടക്കുക. തുടർന്ന് സത്സംഗമുണ്ടാകും. രാത്രി 9-ന് വിശ്വ സംസ്കൃതി കലാരംഗം അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ ഇവിടെ ഈ ഒരു ചടങ്ങുകളുടെ ഭാഗമായിട്ടൊക്കെ അത്തരത്തിലുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സമാനതകളില്ലാത്ത ഒരു ആഘോഷമാണ് ശാന്തിഗിരിയിലെ കുംഭമേള എന്ന് പറയേണ്ടി വരും. ഭക്തി നിർഭരവും വ്രതനിഷ്ഠവുമായ ആചരണം അതൊരു പുണ്യവും കർമ്മപ്രാപ്തിയും നൽകും എന്നുള്ളതാണ് ഗുരുഭക്തരുടെ ഒക്കെ തന്നെ ഒരു വിശ്വാസം. ശുഭ്ര വസ്ത്രധാരികളായി വ്രതനിഷ്ഠയോടെ എത്തുന്ന ആയിരക്കണക്കിന് ഗുരുഭക്തർ അവർ ഇന്ന് വൈകുന്നേരത്ത് നടക്കുന്ന കുംഭഘോഷയാത്രയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മൺകുടങ്ങളിൽ ഔഷധങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ തീർത്ഥം നിറച്ച് പീതവസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് നാളികേരവും മാവിലയും വെച്ച് പുഷ്പങ്ങളാൽ അലങ്കരിച്ചാണ് ഈ കുംഭങ്ങൾ തയ്യാറാക്കുന്നത്. ഇത് പ്രാർത്ഥനാപൂർവം ശിരസിലേറ്റി ഭക്തർ ആശ്രമ സമുച്ചയം ബലം വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ചടങ്ങ്. തുടർന്ന് കുംഭങ്ങൾ ഗുരുപാദത്തിൽ സമർപ്പിക്കും. ഈ കുംഭമെടുക്കാൻ കഴിയാത്ത ചിലരുണ്ടാവും. ചില രോഗാവസ്ഥയിലൊക്കെ തന്നെ തുടരുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ളവർക്ക് വേണ്ടി ആ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ഒരാൾ വ്രതം നോറ്റ് കുംഭം എടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി. കുംഭം എടുക്കുന്നവർ 7 ദിവസത്തെ വ്രതവും അതോടൊപ്പം തന്നെ മുത്തുകുട എടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അത്തരത്തിൽ മുത്തുകുട എടുക്കുന്നവർ 1 ദിവസത്തെ വ്രതവും അവർക്ക് കൽപ്പിച്ചിട്ടുണ്ട്. ഏതായാലും രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള ഗുരുഭക്തർ അണിനിരക്കുന്ന കുംഭമേള അത് വലിയ എടുത്തു പറയേണ്ട ഒരു ചടങ്ങ് തന്നെയാണ്. അതിന് പഞ്ചവാദ്യവും മുത്തുകുടകളുടെ അകമ്പടിയും ഒക്കെ തന്നെ ഉണ്ടാകും. ഏതായാലും നിലവിൽ ഇപ്പോൾ ആശ്രമത്തിൽ പുരോഗമിക്കുന്നത് ഗുരുദർശനമാണ്. നിരവധി ഗുരുഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. രാവിലെ മുതൽ തന്നെ പ്രത്യേക ചടങ്ങുകൾ രാവിലെ 5 മണിയോടുകൂടിയാണ് ആരാധനയും സന്യാസി സംഘത്തിന്റെ പ്രത്യേക പുഷ്പാഞ്ജലിയൊക്കെ ആരംഭിച്ചത്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും ആയിരക്കണക്കിന് ഗുരുഭക്തർ ഇവിടേക്ക് എത്തിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഗുരുവിന്റെ ഭക്തർ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ ഈ ഒരു ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വളരെ ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ആശ്രമമാണ്. ഇവിടെ ഏതായാലും ഗുരുപൂജ നിലവിൽ പുരോഗമിക്കുകയാണ്. മറ്റ് കുംഭമേള ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വൈകുന്നേരത്ത് 4 മണിയോടുകൂടിയായിരിക്കും ആരംഭിക്കുക. ലക്ഷ്മി.